ജിനോസൈഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു പുതിയ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വംശഹത്യാ വ്യവസായം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാവുന്ന പ്രോഫിറ്റ് ഓഫ് ജിനോസൈഡ്, വംശഹത്യയുടെ ലാഭം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയും അതിൻ്റെ ലാഭമെടുക്കുന്ന കമ്പനികളും നമുക്ക് ചുറ്റും ലോകത്ത് തന്നെയും ഉണ്ട് എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല കോർപ്പറേറ്റ് കമ്പനികൾ പോലും ആ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യന്തം ഭീകരമായ ഒരു ലോകത്തിലാണ്, ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നരനായാട്ട് ഒരു വ്യവസായമായിട്ടാണ് ലോകത്തെ കോർപ്പറേറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാഭത്തിൽ കണ്ണു നട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. ഇന്ത്യയിലെ പോലും കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിൻ്റെ വലിയ പൈതൃകം പറയുന്ന കമ്പനിയാണ് ഇന്ത്യയുടെ ടാറ്റ എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ പാരമ്പര്യമുള്ള, അതിൻ്റെ പൈതൃകമുള്ള ഒരു കമ്പനിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ടാറ്റ എന്ന് പറയുന്നത്. ഈ ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യയിലെ വലിയ കോർപ്പറേറ്റ് കമ്പനി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫലസ്തീനിൽ നടക്കുന്ന ഈ ജനോസൈഡിൽ, ഈ വംശഹത്യയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം ആലോചിച്ചു നോക്കേണ്ടത് അങ്ങകലെ നടക്കുന്ന ഈ കുറ്റകൃത്യത്തിൽ നാം എങ്ങനെയാണ് പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. നാം എങ്ങനെയാണ് ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നത് എന്ന് മാത്രമല്ല, എന്ത് പ്രതിരോധമാണ് നമുക്കിതിന് തീർക്കാനാവുക എന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രധാനമായും നമ്മുടെ ജീവിതത്തിൽ ഫലസ്തീൻ എന്നും നമ്മുടെ ഓർമ്മയിലും ജീവിതത്തിലും ഉണ്ടാവുക എന്നത് തന്നെയാണ് പ്രധാനമെന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത പരിസരത്ത് ഫലസ്തീനും അവരുടെ ജീവിതവും ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബഹിഷ്കരണം എന്ന് പറയുന്നത് വലിയ ഒരു സമരമായി, വലിയ ഒരു ആയുധമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്, വലിയ ഒരു പ്രതിരോധമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അത് സമ്പൂർണമായി സാധ്യമാവുമോ എന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ചോദ്യത്തെ മറികടന്നുകൊണ്ട് സാധ്യമാവുന്നതിൻ്റെ അങ്ങേ അറ്റത്തുള്ള ബഹിഷ്കരണത്തെ നാം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഊബർ ടാക്സിയെക്കുറിച്ച് കുറച്ചു മുമ്പ് റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി. ഊബർ കോടിക്കണക്കിന് രൂപയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജിനോസൈഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായത്തിൻ്റെ കൂടി ബലത്തിലാണ് പാവപ്പെട്ട ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് നാം ജീവിക്കുന്ന പരിസരങ്ങളുടെ സാമൂഹ്യ ബോധത്തെ ഫലസ്തീന് അനുകൂലമായി മാറ്റിത്തീർക്കുക എന്ന് പറയുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മനുഷ്യർ അതിനുവേണ്ടി പല ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് നമുക്കാർക്കും അവിടെ പോയി പോരാട്ടം നടത്തുക സാധ്യമല്ല. പക്ഷേ നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്ന പരിസരങ്ങൾക്ക് ചുറ്റും ഫലസ്തീന് അനുകൂലമായ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ സാമൂഹ്യ സംഘങ്ങൾ, സംഘടനകൾ, കൂട്ടായ്മകൾ, നമ്മുടെ തെരുവുകൾ, നമ്മുടെ എഴുത്തുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയ വാളുകൾ തുടങ്ങി നമ്മുടെ ഓരോ ഇഞ്ചിലും ഫലസ്തീനികൾ നിറഞ്ഞു നിൽക്കുകയും നമ്മുടെ സാമൂഹ്യ ബോധവും സാമൂഹ്യ പരിസരവും ഫലസ്തീനിന് അനുകൂലമായി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള വലിയ ദൗത്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ലോകക്രമവുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് അങ്ങനെ എളുപ്പം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ത്യാഗമാണ് ഫലസ്തീനികൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ത്യാഗത്തിന് തീർച്ചയായും നാളെ ഫലമുണ്ടാവുമെന്ന ഉറച്ച പ്രതീക്ഷ നമുക്കുണ്ട്. അത് ഫലിക്കുക തന്നെ ചെയ്യും. അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനുള്ള
മഹാസൗഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ വിപ്ലവ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും ഈ സംഗമത്തിന് നേരുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.